അതെ, എന്തെന്നറിയാമോ, ഇത് മുരിങ്ങയില എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ, കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാൻ വാഴക്കൂമ്പ് കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി പരീക്ഷണം നടത്തിയായിരുന്നു. അപ്പം ഞാൻ വെച്ച് നമ്മൾ മുരിങ്ങയില കുറച്ച് കിട്ടിയായിരുന്നു, അത് വെച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിനുവേണ്ടി ഞാൻ കുറച്ച്, നമ്മളിവിടെ മുരിങ്ങയില ഉണ്ട്, മുരിങ്ങയില എടുത്ത് വന്നിരുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും, നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി ഇടാം. എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത് എത്ര ഇട്ടുള്ളൂ. അതിൻ്റെ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് ഉപ്പ് ഇട്ട് വഴറ്റുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വഴറ്റണം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇപ്പം ജസ്റ്റ് വെന്ത് വരുമല്ലോ. എന്നിട്ട് നമ്മൾ അവസാനം നമ്മുടെ താരമായ നമ്മുടെ മുരിങ്ങയില അങ്ങോട്ട് തട്ടി കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി അവസാനം ഞാൻ എന്തായാലും നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിനാവശ്യമുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഉടച്ചെടുത്ത് അതിലിട്ട് കൊടുത്തു. ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോഴാണ് ഓർമ്മിച്ചത് കുരുമുളക് പൊടി ഇട്ടില്ല. പിന്നെ ഞാൻ ലാസ്റ്റാണ് കുരുമുളക് ഇട്ട് കേട്ടോ. എന്നിട്ട് മുട്ട ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി ഞാൻ ഷേപ്പാക്കിയിട്ട് മുട്ടയിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇത് എണ്ണ അത്ര ഹെൽത്തി അല്ല, പക്ഷേ ഓവനിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇവിടെ എനിക്ക് ഓവനൊന്നും ഇല്ലാതെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്തായാലും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അത്ര ഹെൽത്തി അല്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. മുരിങ്ങയിലേക്കല്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ പിള്ളേർ കഴിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ പിള്ളേർ കഴിക്കും. അല്ലാണ്ട് ഇപ്പം നമ്മൾ തോരൻ വെച്ച് കൊടുത്താലൊന്നും യുവത്തുക്കൾ കഴിക്കത്തില്ല. ഇതേപോലെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയിലായിരുന്നാലും ചീര അങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവത്തെങ്കിലും ഇതുപോലെയൊക്കെ അങ്ങ് കഴിച്ചോളും, വയറ്റിലങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.